ഓ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. നാളെ മണ്ഡലകാലം ആരംഭിക്കുകയാണ്. ഇനിയുള്ള 41 ദിവസം വ്രതശുദ്ധിയുടെ നാളുകൾ. എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും എല്ലാ അംഗങ്ങളും മത്സ്യമാംസാദികളും ലഹരികളും മറ്റശുദ്ധികളും ഉപേക്ഷിച്ച് പരിപൂർണ വ്രതമനുഷ്ഠിക്കുക. ശബരിമലയിൽ പോകാൻ കഴിയാത്തവർ അടുത്തുള്ള ഏതെങ്കിലും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി ദർശനവും വഴിപാടുകളും കഴിച്ച് വ്രതം പൂർത്തിയാക്കുക. ശബരിമലയിൽ പോകുന്നവർ ആചാരക്രമമനുസരിച്ച് പോകാൻ ശ്രമിക്കണം. ശബരിമലയെക്കുറിച്ചും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും എനിക്കറിയാവുന്നതും മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടതും നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഭഗവാൻ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇത് ശ്രവിക്കുന്ന ഭക്തജനങ്ങളും. ശബരിമലയെക്കുറിച്ച് പറയണമെങ്കിൽ വിഷ്ണു ഭഗവാന്റെ 6ാമത്തെ അവതാരമായ പരശുരാമനിലേക്കും അതിലൂടെ ഭഗീരഥനിലേക്കും പോകേണ്ടി വരും. ഭഗീരഥൻ തൻ്റെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാൻ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കൊടും തപസ് ചെയ്തു. ആകാശഗംഗ നേരിട്ട് പതിച്ചാൽ ഭൂമി നശിച്ചു പോകും എന്ന അവസ്ഥയിൽ ഭഗവാൻ പരമശിവൻ തൻ്റെ ജടയിലേക്ക് ആകാശഗംഗയെ സ്വീകരിക്കുകയായിരുന്നു. ഭഗവാന്റെ ജടയിൽ നിന്നും ഭഗീരഥി നദിയായി ഉത്ഭവിച്ച് ഗംഗാ നദിയായി മാറി. ആ സമയത്ത് കടലായിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ കരയായി മാറുകയും കരയായിരുന്ന പല സ്ഥലങ്ങളും കടലായി മാറുകയും ചെയ്തു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയൊരു ഭൂവിഭാഗമാണ് കേരളം. കരയായിരുന്ന കേരളം കടലായി മാറിയത് ഇങ്ങനെ ഗംഗാദേവി ഭൂമിയിൽ വന്ന സമയത്താണ്. മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത് വാമനനാണെന്ന് പറയാറുണ്ട്. സത്യത്തിൽ വാമനൻ തൻ്റെ ഉത്തമ ഭക്തനായ പ്രഹ്ലാദൻ്റെ പൗത്രനായ ബലിയെ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത്, സുതലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. മാത്രമല്ല അടുത്ത മന്വന്തരത്തിൽ ദേവേന്ദ്ര പദവിയും വാഗ്ദാനം ചെയ്തു. അതിനുവേണ്ടിയായിരുന്നല്ലോ മഹാബലി യാഗമനുഷ്ഠിച്ചത്. ഇനി ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. വാമനന് ശേഷമുള്ള അവതാരമല്ലേ പരശുരാമൻ? അങ്ങനെ വാമനൻ ചവിട്ടി താഴ്ത്തിയ മഹാബലി ഭരിച്ചിരുന്ന കേരളം എങ്ങനെയാണ് പരശുരാമൻ സൃഷ്ടിച്ചതെന്ന്? യഥാർത്ഥത്തിൽ കേരളം സൃഷ്ടിക്കുകയല്ല പരശുരാമൻ ചെയ്തത്. കേരളം കടലിൽ നിന്ന് വീണ്ടെടുക്കുകയാണ് ചെയ്തത്. ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ് ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ശേഷം തനിക്ക് തപസ് ചെയ്യുവാനൊരു ഭൂമി തൻ്റെ ഗുരുവായ പരമശിവനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭാർഗവരാമൻ ഗോകർണത്തിലെത്തി. ഭൂമിദേവിയെയും വരുണനെയും തപം ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരമായി വാങ്ങിയതാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടാകുന്നത്. പൂർവ്വ കേരളത്തിലെ ഗോകർണത്തിൽ നിന്നും കർണാടകത്തിലേക്കും കന്യാകുമാരിയിൽ നിന്നും തമിഴ്നാട്ടിലെ മറ്റു ഭാഗങ്ങളിലേക്കും ഒന്ന് സഞ്ചരിച്ചു നോക്കൂ. ഭൂപ്രകൃതിയുടെ മാറ്റം നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. കേരളത്തിൻ്റെ ഭൂപ്രകൃതി വേറൊരു നാട്ടിലും ഇല്ല തന്നെ. കേരളത്തെ രക്ഷിക്കാൻ പരശുരാമൻ ആദ്യം നാഗദൈവങ്ങളെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. അനന്തനെയും വാസുകിയെയും തപം ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. അവരിലൂടെ കേരളത്തെ രക്ഷിക്കുവാൻ വേണ്ടി നാഗാലയങ്ങൾ പ്രതിഷ്ഠിച്ചു. അതുപോലെ തന്നെ കടലോരങ്ങൾ സംരക്ഷിക്കാൻ ദുർഗാലയങ്ങളും മറ്റിടങ്ങളിൽ ശൈവ വൈഷ്ണവ ഗണപതി പ്രതിഷ്ഠകളും മലയോരങ്ങളെല്ലാം കാക്കുവാൻ വേണ്ടി ശാസ്താ പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. അങ്ങനെ പരശുരാമൻ പ്രതിഷ്ഠിച്ച ശാസ്താക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ശാസ്താവിൻ്റെ പഞ്ചരൂപങ്ങളിലുള്ള 5 ക്ഷേത്രങ്ങൾക്കാണ്. ബാലരൂപത്തിൽ കൊളത്തൂപ്പുഴയിലും യൗവന രൂപത്തിൽ ആര്യങ്കാവിലും പൂർണ്ണാപുഷ്കര സമേതനായ ഗൃഹസ്ഥാശ്രമ രൂപത്തിൽ അച്ചൻകോവിലും സമാധിസ്ഥനായി ശബരിമലയിലും സമാധിസ്ഥനായ ആ ശാസ്താവിൻ്റെ ജ്യോതിസ്വരൂപമായ ആത്മചൈതന്യം കാന്തമലയിലും അതായത് പൊന്നമ്പലമേട്ടിലും പ്രതിഷ്ഠിക്കുകയുണ്ടായി. ആത്മചൈതന്യമായതിനാൽ അവിടെ മാത്രം വിഗ്രഹമുണ്ടായിരുന്നില്ല. ശബരിമല ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. ക്ഷേത്രവും 18ാം പടിയും രൂപകൽപ്പന ചെയ്തതാകട്ടെ സാക്ഷാൽ അഗസ്ത്യമുനിയുമാണ്. അഗസ്ത്യമുനി ആകെ 2 വിഗ്രഹങ്ങളെ നിർമ്മിച്ചിട്ടുള്ളൂ.
ശബരിമലയിലും പഴനിയിലുമാണത്. അഗസ്ത്യമുനിയെ തമിഴ്നാട്ടിൽ ബോഗർ എന്നും പറയും. 2 വിഗ്രഹങ്ങളും നവപാഷാണത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ശബരിമലയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ യഥാർത്ഥ വിഗ്രഹം നവപാഷാണത്തിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. ആ വിഗ്രഹവും ക്ഷേത്രവും പിന്നീട് കാട്ടുകൊള്ളക്കാരനായ ഉദയനനാൽ നശിപ്പിക്കപ്പെട്ടു. പിൽക്കാലത്ത് ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പ അവതാരമുണ്ടായി. ധർമ്മശാസ്താവിൻ്റെ മനുഷ്യാവതാരമാണ് സാക്ഷാൽ അയ്യപ്പസ്വാമി. മഹിഷാസുരൻ്റെ സഹോദരിയായ മഹിഷി അമരത്വം ലക്ഷ്യം വെച്ച് ബ്രഹ്മാവിനെ ഉഗ്രതപം ചെയ്ത് വൈഷ്ണവ ശൈവ ചൈതന്യത്തിൽ പിറന്ന കുഞ്ഞിന് മാത്രമേ തന്നെ വധിക്കുവാൻ സാധിക്കാവൂ എന്ന് വരമാഞ്ഞു. മാത്രവുമല്ല, ആ കുഞ്ഞ് 12 വർഷത്തോളം മനുഷ്യരോടൊപ്പം ഭൂമിയിൽ ജീവിക്കുകയും വേണം. ഒരിക്കലും അത് നടക്കില്ല എന്നൊരു ധാരണയിലാണ് മഹിഷി ആ വരം വാങ്ങിയത്. പക്ഷേ മഹിഷിയുടെ ഉപദ്രവം രൂക്ഷമായപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു മോഹിനി രൂപം കൈക്കൊണ്ട്, അതായത് അദ്ദേഹത്തിന് പല അവതാരങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ശ്രീരാമൻ്റെ അവതാരമായാലും ശ്രീകൃഷ്ണൻ്റെ അവതാരമായാലും അതുപോലൊരു അവതാരമാണ് മോഹിനി രൂപം. ആ മോഹിനി വേഷത്തിൽ അവതാരം കൈക്കൊണ്ട് വൈഷ്ണവ ശൈവ ചൈതന്യത്തിൽ നിന്നും ധർമ്മശാസ്താവിൻ്റെ ആത്മചൈതന്യത്തോടുകൂടി അയ്യപ്പസ്വാമി ജന്മമെടുത്തു. ശിവഭക്തനായ പന്തളൻ രാജാവിനും വിഷ്ണുഭക്തയായ പന്തളൻ രാജ്ഞിക്കും പുത്രനായി 12 വർഷക്കാലം ഈ നാട്ടിൽ വസിച്ചുകൊണ്ട് തൻ്റെ നിയോഗമായ മഹിഷി നിഗ്രഹം പൂർത്തിയാക്കി. ആ കാലത്ത് തന്നെയാണ് പന്തളം രാജാവിൻ്റെ ശത്രുവായിരുന്ന ഉദയനൻ എന്ന കൊള്ളക്കാരൻ ശബരിമല ക്ഷേത്രം ആക്രമിച്ച് കീഴടക്കി തൻ്റെ കൊള്ള സങ്കേതമാക്കി മാറ്റിയത്. അവിടുത്തെ അഗസ്ത്യമുനി നിർമ്മിച്ചതായി വിഗ്രഹം നശിപ്പിക്കുന്നതും ആ സമയത്താണ്. അഗസ്ത്യമുനി തന്നെയാണ് ശബരിമലയിലെ 18 പടികളും വിഭാവനം ചെയ്തത്. ശ്രീകോവിലിലെ വിഗ്രഹത്തിൻ്റെ അതേ ചൈതന്യം തന്നെയാണ് ആ 18 പടികൾക്കുമുള്ളത്. തൻ്റെ ജന്മനിയോഗം നിർവഹിക്കാൻ അയ്യപ്പസ്വാമി എരുമേലിയിലെത്തി. അതിന് നിമിത്തമായതോ പന്തളം റാണിയുടെ ഉദരരോഗവും. എരുമേലിയിലെത്തിയ അയ്യപ്പസ്വാമി വിശ്രമിച്ചത് തമിഴ് വംശജരായവർ വസിച്ചിരുന്ന പുത്തൻ വീട്ടിലായിരുന്നു. ആ ഓർമ്മയ്ക്കായി അയ്യപ്പസ്വാമിയുടെ ഉടവാൾ ഇന്നും അവിടെ സൂക്ഷിക്കുന്നുണ്ട്. മഹിഷി നിഗ്രഹത്തിന് അയ്യപ്പസ്വാമി എത്തിയപ്പോൾ അതിന് സാക്ഷികളാകാൻ 30 കോടി ദേവതകളും അവിടെ സന്നിഹിതരായി. തൻ്റെ മകനായ അയ്യപ്പസ്വാമിയുടെ സഹായത്തിന് തൻ്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയായ വാവുവിനെ തന്നെയാണ് അയ്യപ്പസ്വാമിക്ക് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ നൽകിയത്. ഒപ്പം മഹിഷി നിഗ്രഹത്തിനായി ഉടവാളും നൽകി. മഹിഷിയെ നിഗ്രഹിച്ച് മോക്ഷം നൽകിയ ശേഷം ആ ഉടവാൾ തൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാൻ പുത്തൻ വീട്ടിലെ കാരണവർക്ക് അയ്യപ്പസ്വാമി കനിഞ്ഞു നൽകി. മഹിഷി മർദ്ദനത്തിന് ശേഷം അയ്യപ്പസ്വാമി തൻ്റെ അച്ഛനായ പന്തള രാജാവിനോട് ആവശ്യപ്പെട്ടത് തനിക്ക് തപസ് അനുഷ്ഠിക്കാനുള്ള സ്ഥലമാണ്. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലമാകട്ടെ ശബരിമലയാണ്. അന്ന് അവിടെ വിഗ്രഹമില്ല. സാക്ഷാൽ അയ്യപ്പസ്വാമിയാണ് പുതിയ ക്ഷേത്രം പണികഴിപ്പിച്ച് വിഗ്രഹം പുനർനിർമ്മിച്ച് അവിടെ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തത്. പട്ടബന്ധനസ്ഥനായി ചിന്മദ്രയോടുകൂടി യോഗീഭാവത്തിലിരിക്കുന്ന ധർമ്മശാസ്താവിൻ്റെ രൂപത്തിലാണ് ആ വിഗ്രഹം. അയ്യപ്പസ്വാമി പിന്നീട് ആ വിഗ്രഹത്തിലാണ് വിലയം പ്രാപിച്ചത്. അയ്യപ്പസ്വാമി തപസ് അനുഷ്ഠിച്ച് ജീവസമാധി കൈക്കൊണ്ട സ്ഥലമാണ് ഇന്നും മണിമണ്ഡപമായി സന്നിധാനത്ത് ആരാധിച്ചു പോരുന്നത്. ശബരിമല ശ്രീകോവിലിൻ്റെ അതേ പ്രാധാന്യം മണിമണ്ഡപത്തിനുമുണ്ട്. തന്നെ കാണാനെത്തുന്ന ഭക്തർ പാലിക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങളും ശബരിമല ക്ഷേത്രത്തിൽ നടത്തേണ്ട പൂജാവിധികളും അയ്യപ്പസ്വാമി തന്നെയാണ് ചിട്ടപ്പെടുത്തിയത്. അത് ഭഗവാന്റെ ഏറ്റവും പുരാതന ഗ്രന്ഥമായ ശ്രീ ഭൂതനാഥ ഉപാഖ്യാനത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുമുണ്ട്. അക്കാലത്ത് എരുമേലി വഴിയുള്ള പരമ്പരാഗത പാതയിലൂടെ വേണം സന്നിധാനത്തെത്താൻ. തന്നെ കാണാൻ വരുന്ന ഭക്തരെ എരുമേലിയിൽ നിന്നും സുരക്ഷിതരായി സന്നിധാനത്തെത്തിക്കാനും തിരിച്ചെരുമേലിയിൽ എത്തിക്കാനുമുള്ള ചുമതല ശിവഭൂതമായ വാപുരനാണ് അയ്യപ്പസ്വാമി നൽകിയത്. അങ്ങനെ വാപുരനെ എരുമേലിയിൽ ചെറിയമ്പലത്തിനും വലയമ്പലത്തിനും മധ്യയായി പ്രതിഷ്ഠിച്ചു. അത് പിന്നീട് നശിപ്പിക്കപ്പെട്ടു. ആ വാവരിന് പകരമാണ് ചില കുൽസിത ബുദ്ധിക്കാർ വാവരെ എഴുന്നള്ളിച്ചത്. അയ്യപ്പസ്വാമിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം മതം പോലും ലോകത്തുണ്ടായിട്ടില്ല. പിന്നെ എവിടുന്ന ഈ വാവർ? ഹിന്ദുക്കളുടെ ജാഗ്രത കുറവ് മൂലം നൈനാൻ മസ്ജിദ് വാവര് പള്ളിയും ഇല്ലാത്ത വാവർ വാവര് സ്വാമിയുമായി മാറി. ഇന്നും പാവപ്പെട്ട അയ്യപ്പ ഭക്തരെ ആ പേരും പറഞ്ഞ് ചിലർ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. ശബരിമല ക്ഷേത്രം 1950 കാലഘട്ടത്തിൽ തീ പിടിക്കുന്നത് വരെ വാവുരൻ്റെ ഒരു പ്രതിഷ്ഠ എരുമേലിയിലുണ്ടായിരുന്നു. അതോടൊപ്പം സന്നിധാനത്തും കറുപ്പസ്വാമി, കറുപ്പായിയമ്മ, വലിയ കടുത്ത സ്വാമി, ചെറിയ കടുത്ത സ്വാമി
എന്നീ മറ്റ് ഭൂതഗണങ്ങളോടൊപ്പം സന്നിധാനത്തും പ്രതിഷ്ഠിച്ചിരുന്നു. തീപിടുത്തത്തിന് ശേഷം ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോഴാണ് വാവൂരിന് പകരം വാവർ ശബരിമലയെ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ 3 ദേവപ്രശ്നങ്ങളിലും വാവർക്ക് അയ്യപ്പസ്വാമിയുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നും വാവര് നട അവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ടും നട്ടലില്ലാത്ത ദേവസ്വം ബോർഡ് അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്നും പാവപ്പെട്ട അയ്യപ്പ ഭക്തർ എരുമേലിയിലും സന്നിധാനത്തും വാവരുടെ നടയിലെത്തി വ്രതഭംഗം വരുത്തുന്നു. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാനാ. ശബരിമല ക്ഷേത്രം കുടികൊള്ളുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ശിവലിംഗത്തിൻ്റെ മുകളിലാണെന്നാണ് സങ്കല്പം. അതുപോലെ 3 ശ്രീചക്രങ്ങളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രീകോവിലിൻ്റെ അന്തർഭാഗത്ത്, ഒന്ന് 18-ാം പടിക്ക് താഴെ, മറ്റൊന്ന് അയ്യപ്പസ്വാമി ജീവസമാധി കൊണ്ട മണിമണ്ഡപത്തിനടിയിലും. അയ്യപ്പസ്വാമി തന്നെ നേരിട്ട് നിർമ്മിച്ച ക്ഷേത്രവും പ്രതിഷ്ഠയുമാണ് 1950 കാലഘട്ടത്തിൽ ചില അധർമ്മികൾ തീയിട്ട് നശിപ്പിച്ച് വിഗ്രഹം തച്ചുടച്ചത്. പിന്നീട് തിരുവിതാംകൂർ മഹാരാജാവാണ് ക്ഷേത്രം പുനർനിർമ്മിച്ച് പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. ആ കേസ് അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാമെന്ന് അയ്യപ്പ ഭക്തർക്ക് വാക്ക് കൊടുത്താണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ EMSന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നത്. പക്ഷേ ഈ നിമിഷം വരെ അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടില്ല. ഇന്നും അത് ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നു. പക്ഷേ ക്ഷേത്രം നശിപ്പിച്ച ക്രിസ്ത്യാനികളായ അവരുടെ കുടുംബങ്ങളെല്ലാം തന്നെ അയ്യപ്പ ശാപത്താൽ നാമാവശേഷമായി. ശബരിമലയിലെ ഏറ്റവും വലിയ പ്രത്യേകത സമാധിസ്ഥ രൂപത്തിലുള്ള ശാസ്താവിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി വിലയം പ്രാപിച്ചു എന്നുള്ളത് തന്നെയാണ്. ലോകത്ത് ഒരൊറ്റ അയ്യപ്പ ക്ഷേത്രമേ ഉള്ളൂ, അത് ശബരിമല മാത്രമാണ്. ബാക്കി അയ്യപ്പ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നതെല്ലാം ശാസ്താക്ഷേത്രങ്ങളാണ്. ശബരിമല മാത്രമാണ് യഥാർത്ഥ അയ്യപ്പ ക്ഷേത്രം. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഇത്രമാത്രം പ്രാധാന്യം കൈവരുന്നത്. യുവതീ പ്രവേശം പാടില്ലെന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. സമാധിസ്ഥനായ ധർമ്മശാസ്താവിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി വിലയം പ്രാപിച്ച ഒരു പുണ്യ സങ്കേതമാണ് ശബരിമല. അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ ഒരു പ്രാവശ്യം എത്തിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവിടെ എത്താതിരിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കാത്തതും. അതാണ് ശബരിമലയുമായുള്ള ഭക്തന്റെ ആത്മബന്ധം. ഭാരതത്തെ സംബന്ധിച്ച് ബദരീനാഥനാണ് ഭരദേവത. അതുപോലെ കേരളത്തിൻ്റെ ഭരദേവത സാക്ഷാൽ അയ്യപ്പസ്വാമി. ഭരദേവതാ ക്ഷേത്രം ശബരിമലയുമാണ്. മറ്റു ദേവതമാരെ പോലെ അല്ല ശബരിമല അയ്യപ്പൻ എന്ന് നമുക്കറിയാം. കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ നമ്മോടൊപ്പം ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സ്വന്തം ഈശ്വരനാണ് അയ്യപ്പസ്വാമി. അയ്യപ്പൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിനേക്കാൾ ഉപരി നമുക്കൊരു സുഹൃത്താണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ജ്യേഷ്ഠനെ പോലെ, പ്രായമായവർക്ക് മകനെ പോലെ, സ്ത്രീകൾക്ക് സ്വന്തം സഹോദരനെ പോലെ, അങ്ങനെയൊക്കെയുള്ളൊരു വികാരമാണ് അയ്യപ്പൻ. ആ അയ്യപ്പസ്വാമിയാണ് കേരളത്തിൻ്റെ ഈശ്വരൻ. ശബരിമല അയ്യപ്പനെ സ്നേഹിച്ച് അയ്യപ്പൻ്റെ ആളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ജീവിതത്തിൽ യാതൊരു ദുഃഖത്തിനും അവകാശമില്ലെന്നുള്ളതാണ് പറയപ്പെടുക. അയാളുടെ എല്ലാ കാര്യങ്ങൾക്കും അയ്യപ്പൻ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് തിരിച്ചും. അയ്യപ്പസ്വാമിയെ ദ്വേഷിച്ചാലോ അയ്യപ്പ ഭക്തരെ ദ്രോഹിച്ചാലോ ഒരിക്കലും അവർക്ക് ആ ശാപത്തിൽ നിന്നും മോചനം ഉണ്ടാവില്ല. ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല. ഇത്രയും പേർ ഒരു സീസണിൽ എത്തിച്ചേരുന്ന ഒരു പുണ്യസ്ഥലം ലോകത്തിൽ മറ്റൊരിടത്തും ഉണ്ടാകില്ല തന്നെ. മണ്ഡല മകരവിളക്ക് കാലമാണ് ശബരിമലയിലെ പ്രധാനമായ തീർത്ഥാടന കാലം. ജാതി മത വർഗ വർണ്ണഭേദമന്യേ അയ്യപ്പസ്വാമിയെ കാണുക, അനുഗ്രഹം വാങ്ങുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി ശബരിമല എന്ന ആശ്രയ കേന്ദ്രത്തിലേക്ക് എത്തിപ്പെടുന്നത് ലക്ഷോപലക്ഷം ജനങ്ങളാണ്. ഏത് മതസ്ഥർക്കും അവിടെ എത്താം. പക്ഷെ അവർ അയ്യപ്പ വിശ്വാസികളും വ്രതധാരികളുമായിരിക്കണമെന്ന് മാത്രം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അവിടെ എത്തി ഭഗവാനെ കണ്ട് അനുഗ്രഹം വാങ്ങി അടുത്ത വർഷം വീണ്ടും ഭഗവാനെ കാണാൻ എത്തുമെന്ന വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് പലരും മടങ്ങുന്നത്. 18 പടികളും കയറി മുകളിൽ ചെന്നാൽ ആദ്യം കാണുന്നത് സ്വാമി ചിന്മയാനന്ദനാൽ സ്ഥാപിതമായ തത്വമസി എന്ന ആ ബോർഡാണ്. ആ പൊരുൾ ഒരുപാട് അർത്ഥതലങ്ങളുള്ളതാണ്. ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ. അതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. അവിടെ എത്തുന്ന എല്ലാവരും അയ്യപ്പന്മാരാണ്. അകത്തിൽ ശ്രീകോവിലിരിക്കുന്ന സാക്ഷാൽ ഭഗവാനും അയ്യപ്പനാണ്. ആ ചൈതന്യത്തെ പൂജ ചെയ്യുന്ന തന്ത്രിമുഖ്യനും മേൽശാന്തിയും മറ്റ് ശാന്തിമാരും എല്ലാവരും അയ്യപ്പന്മാരാണ്.
ആ അയ്യപ്പനെ ദർശിക്കാൻ വന്ന് സായുജ്യം നേടുന്ന ഭക്തനും അയ്യപ്പനാണ്. അവിടെ പ്രവർത്തിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും അയ്യപ്പന്മാരാണ്. സകലരും സകലതും അയ്യപ്പനാകുന്ന പ്രത്യേക അവസ്ഥയാണ് ശബരിമലയിലുള്ളത്. ശബരിമലയിലെത്തുന്ന ഓരോരുത്തരും വ്രതശുദ്ധി പാലിച്ച് മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാനായി മാറി വേണം 18-ാം പടി ചവിട്ടാൻ. അതിനാണ് ഒരു മണ്ഡലകാലം നിഷ്ഠയോടുകൂടി വ്രതമനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. 18 പടിയുടെ പൊരുൾ 18 മലകൾക്കും അധിപനാണ് സ്വാമി, 18 പുരാണങ്ങൾക്കും പൊരുളാണ് സ്വാമി. ധർമ്മത്തെ സംരക്ഷിക്കുന്ന, ധർമ്മത്തെ ശാസിക്കുന്ന, ധർമ്മത്തെ നിലനിർത്തുന്ന ധർമ്മശാസ്താവാണ് ആ 18 പടികൾക്ക് മുകളിൽ കുടികൊള്ളുന്നത്. അതറിഞ്ഞിട്ട് വേണം ഓരോ പടിയെയും നമസ്കരിച്ചുകൊണ്ട് ചവിട്ടാൻ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളുടെയും ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ 5 വിഷയങ്ങൾ അഥവാ തന്മാത്രകളുടെയും കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക് എന്നീ പഞ്ചേന്ദ്രിയങ്ങളുടെയും ഇവയുടെ എല്ലാം നിലനിർത്തുന്നതും പ്രവർത്തിപ്പിക്കുന്നതുമായ മനസ്സിൻ്റെയും പ്രതീകമാണ് 16 പടികൾ. 17-ാമത്തത് പ്രകൃതിയെയും 18-ാമത്തത് പുരുഷൻ്റെയും പ്രതീകങ്ങളാണ്. പണ്ടൊക്കെ ഓരോ പടിയെയും തൊട്ടു തൊഴുത് പോകാമായിരുന്നു. ഇപ്പോൾ തിരക്ക് കാരണം അതിന് കഴിയില്ല. പണ്ട് ആ പടികളെല്ലാം കരിങ്കല്ലായിരുന്ന കാലത്ത് മല കയറുന്നവർ ഓരോ വർഷം കണക്കാക്കി ഓരോ പടികളിൽ നാളികേരമുടച്ച് ഓരോ 18 വർഷം പൂർത്തിയാകുമ്പോൾ ഒരു തെങ്ങിൻ്റെ നടുന്നതുപോലുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാളികേരം ഉടയ്ക്കേണ്ട സ്ഥലത്ത് ഉടച്ച് ഓരോ പടിയെയും മനസ്സിൽ ധ്യാനിച്ചു വേണം 18-ാം പടി ചവിട്ടാൻ. മണ്ഡലവ്രതമെന്ന് പറയുമ്പോൾ വൃശ്ചികം 1 മാലയിട്ട് അയ്യപ്പസ്വാമിയായി മാറുകയാണ് ഓരോ ഭക്തനും. എല്ലാവരും വൃശ്ചികം 1 മാലയിട്ട് വ്രതം അനുഷ്ഠിച്ചാൽ ദർശനത്തിന് വരാൻ മണ്ഡലപൂജയുടെ അന്നല്ലേ കഴിയൂ. അത്രയ്ക്ക് ആൾക്കാരെ താങ്ങാനുള്ള ശേഷി ആ കാനന ക്ഷേത്രത്തിനില്ല തന്നെ. അതിനാൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിന് കൃത്യം 41 നാൾ മുൻപ് വ്രതം ആരംഭിക്കുക. അതായിരിക്കും കൂടുതൽ അഭികാമ്യം. വ്രതകാലത്ത് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെല്ലാം നമ്മുടെ ശരീര, മനോ, ഇന്ദ്രിയ, ബുദ്ധികളെ ശുദ്ധവും പവിത്രവുമാക്കി സ്വാമി ദർശനത്തിന് ശക്തിയുള്ളതാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. പണ്ടുകാലത്ത് വീടുകളുടെ തെക്കുഭാഗത്ത് പ്രത്യേകം പുരകെട്ടി മാലയിട്ട അയ്യപ്പന്മാരെല്ലാം ഒന്നിച്ച് താമസിച്ച് അവർ തന്നെ ഭക്ഷണമുണ്ടാക്കി അവിടെ തന്നെ അന്തി ഉറങ്ങി വൈകുന്നേരങ്ങളിൽ ഭജനയും അയ്യപ്പ കീർത്തനങ്ങളുമായി 41 ദിവസം അവിടെ തന്നെ താമസിച്ച് 41 ദിവസം ഭജനയും അന്നദാനവും നടത്തി കുടുംബത്തിലെ ഓരോരുത്തരും ചേർന്ന് ഇരുമുടിയിലേക്ക് തങ്ങളുടെ മനസ്സും അർപ്പണവും ചാർത്തി കെട്ടുനിറച്ച് സ്വന്തം അമ്മയോ അല്ലെങ്കിൽ ഗുരുസ്വാമിയോ കെട്ടുപിടിച്ചു കൊടുത്ത് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി അങ്ങനെയായിരുന്നു ശബരിമലയ്ക്ക് പോയിരുന്നത്. കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോയി തിരിച്ചു വരുന്നതുവരെ അവിടെ കിടാവിളക്ക് സൂക്ഷിച്ചിരുന്നു. ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തി നാളികേരം ഉടച്ച് മാല ഊരി കഴിയുമ്പോൾ മാത്രമേ അത് അണയ്ക്കാറുണ്ടായിരുന്നുള്ളൂ. ശബരിമലയിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കൊണ്ടുപോകുന്ന നെയ്ത്തേങ്ങ തന്നെയാണ്. നമ്മുടെ ആത്മാവാകുന്ന നറുനെയ് ശരീരമാകുന്ന നാളികേരത്തിനുള്ളിൽ നിറച്ച് അത് ഇരുമുടിക്കെട്ടിലെ മുൻകെട്ടിൽ സൂക്ഷിച്ച് അതുമായാണ് ശബരിമലയിലെത്തുക. 18 പടി കയറി മുകളിലെത്തി ഭഗവാനെ ദർശിച്ച് നെയ്ത്തേങ്ങ ഉടച്ച് ആ നറുനെയ് ഭഗവാൻ അഭിഷേകം ചെയ്യുകയും ശരീരമാകുന്ന നാളികേരം ആഴിയിൽ ഭസ്മമാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആത്മാവിനെ ഭഗവാനിൽ ലയിപ്പിച്ച് ശരീരത്തെ ഉപേക്ഷിക്കുന്നുവെന്നുള്ള ഒരു അത്യപൂർവമായ ആചാരമാണ് ഇവിടെ ഇതിനാൽ നിർവഹിക്കപ്പെടുന്നത്. ശബരിമലയിൽ പോകുന്ന ഭക്തർ മറ്റൊന്നും തന്നെ ഈ കാലഘട്ടത്തിൽ കൊണ്ടുപോകണമെന്നില്ല. ഇന്ന് കിട്ടുന്ന പല പൂജാദ്രവ്യങ്ങളും പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങൾ കലർന്നതാണ്. അതവിടെ ഉപേക്ഷിക്കുന്ന മഹാഭാവവുമാണ്. പണ്ടൊക്കെ കൊണ്ടുപോകുന്ന ദ്രവ്യങ്ങൾ ഓരോ സ്ഥലത്തും അവിടെ നമുക്ക് നൽകാമായിരുന്നു. ഇന്നിപ്പോൾ അതിനുള്ള ഈ തിരക്ക് കാരണം അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പലപ്പോഴും ഇവിടുന്ന് ആൾക്കാർ കൊണ്ടുപോകുമ്പോൾ നെയ്ത്തേങ്ങ മാത്രം കൊടുത്തിട്ട് ബാക്കിയെല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥലത്ത് തള്ളുകയാണ്. അത് ആ ക്ഷേത്രത്തിനെയും അവിടുത്തെ ആവാസ വ്യവസ്ഥയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷേ കൊണ്ടുപോകണം നിർബന്ധമുള്ളവർ കൊണ്ടുപോയിക്കോളൂ. പക്ഷെ അത് കൃത്യമായി അതേ സ്ഥലങ്ങളിൽ കൊടുത്തിരിക്കണം. ഒരു സ്ഥലത്ത് കൊണ്ട് വലിച്ചിട്ടിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. ഓരോ നടയിലും കൊടുക്കേണ്ടതിന് ഓരോ കാര്യങ്ങളുണ്ട്. അത് ആ നടയിൽ കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോവുക. അതുപോലെ നെയ്ത്തേങ്ങയും പിന്നെ പമ്പാ ഗണപതി നടയിൽ അടിക്കാനും 18-ാം പടിക്ക് താഴെ പടി കയറുന്നതിന് മുമ്പ് അടിച്ച് കയറാനും തിരിച്ച് പടി ഇറങ്ങി വന്നതിന് ശേഷം പണ്ട് 18-ാം പടി വഴി തന്നെ ഇറങ്ങി വരാമായിരുന്നു. ഇപ്പോൾ മറ്റൊരു വഴി കൂടെ ഇറങ്ങുന്നത്. ഇറങ്ങി വന്ന് തിരിച്ച് അവിടെ വീണ്ടും ഒരു നാളികേരം ഉടയ്ക്കാം. അങ്ങനെ ഒരു 2 നാളികേരം കൂടെ നമുക്ക് കെട്ടിൽ കരുതാം. മുൻകെട്ടിൽ നെയ്ത്തേങ്ങയും പിൻകെട്ടിൽ ഈ നാളികേരവും കരുതുക. നെയ്ത്തേങ്ങയോടൊപ്പം
കുറച്ച് പച്ചരിയും ഒരു കോയിനും അവിടെ നടക്കിടാൻ, ഒരേ ഒരു കോയിൻ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1 രൂപ കോയിനോ 5 രൂപ കോയിനോ ഒരു കോയിൻ മാത്രം കരുതുക. അത് മാത്രം മതിയാകും. അല്ലാതെ ഈ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും കലർന്ന വസ്തുക്കൾ അവിടെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് അഭികാമ്യം. മുൻകെട്ടിൽ നെയ്ത്തേങ്ങയും അതോടൊപ്പം കുറച്ച് പച്ചരിയും ഒരു നാണയവും കരുതുക. പിൻകെട്ടിൽ 18-ാം പടിയിൽ അടിച്ചു കയറാനും ഇറങ്ങാനും സങ്കല്പിച്ച് 2 നാളികേരവും. അതല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. മനസ്സുകൊണ്ട് പൂർണ്ണമായും ശുദ്ധമാകുക. മറ്റ് ചിന്തകളെല്ലാം വെടിയുക. ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് പൂർണ്ണമായ സസ്യഭുക്കായി മാറുക. മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക, ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുക, ആരെയും മനസ്സുകൊണ്ട് പോലും ദ്രോഹിക്കാതിരിക്കുക. ഇതെല്ലാമാണ് മണ്ഡലവ്രതകാലത്ത് അനുഷ്ഠിക്കേണ്ട പ്രധാന കർത്തവ്യങ്ങൾ. ക്ഷൗരം ചെയ്യാൻ പാടില്ല. മരണ വീടുകളിലോ പുലയുള്ള സ്ഥലങ്ങളിലോ പോകാൻ പാടില്ല. കഴിയുന്നത്ര ആഡംബര വസ്തുക്കൾ ധരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നത്. പൂർണ്ണമായും അർപ്പണ മനോഭാവത്തോടു കൂടി വേണം ഈ വ്രതനിഷ്ഠകൾ പാലിക്കുവാൻ. മണ്ഡലകാലമായി കണക്കാക്കി വരുന്ന 41 ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ സാധാരണയായി കണക്കാക്കുന്നത് സൗരവർഷമാണ്. എന്നാൽ പണ്ട് കാലത്ത് ചാന്ദ്രവർഷമാണ് ഉണ്ടായിരുന്നത്. 27 ദിവസമാണ് ചാന്ദ്രവർഷത്തിൽ ഒരു മാസം. അങ്ങനെ 12 മാസങ്ങളാകുമ്പോൾ 324 ദിവസങ്ങൾ. ആ 324 ദിവസങ്ങളുടെ കൂടെ 41 ദിവസങ്ങൾ ചേർത്താൽ സൗരവർഷമായ 365 ദിവസങ്ങളാവും. ഈ 41 ദിവസങ്ങളാണ് മണ്ഡലകാലമായി കണക്കാക്കുന്നത്. ഈ 41-ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മഹാവിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും ചൈതന്യമാണല്ലോ ധർമ്മശാസ്താവ്. 4 എന്നത് മഹാവിഷ്ണുവിൻ്റെയും 1 എന്നത് സാക്ഷാൽ പരമശിവൻ്റെയും സങ്കല്പമാണ്. അതും 41-ൻ്റെ ഭാഗമാണ്. ശംഖചക്ര ഗദാപത്മസ്ഥനായ മഹാവിഷ്ണുവും ഏകനായ ശ്രീരുദ്രനും ചേരുമ്പോൾ അതിലും 41 ഉണ്ട്. അയ്യപ്പസ്വാമി ശബരിമലയിലേക്ക് പോയത് ഒരു വൃശ്ചികം 1-നായിരുന്നു. 41 ദിവസത്തെ ആ യാത്രക്കിടയിലാണ് മഹിഷി മർദ്ദനം ചെയ്ത് മഹിഷിക്ക് മോക്ഷം നൽകിയത്. അതും മണ്ഡലകാലത്തിൻ്റെ പ്രത്യേകതയാണ്. മറ്റ് തീർത്ഥസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയെ വ്യത്യസ്തമാക്കുന്നത് യാത്ര തന്നെയാണ്. വ്രതഭരിതമായ അനുഷ്ഠാനങ്ങളോടൊപ്പം യാത്രാ വഴികളിലെ ഇടത്താവളങ്ങൾക്കും പ്രാധാന്യങ്ങളുണ്ട്. ഓരോ ഇടത്തിനും ആചാരപരമായ പ്രത്യേകതയുമുണ്ട്. ഈ വിശിഷ്ട സ്ഥാനങ്ങളും കൂടി ചേരുമ്പോഴാണ് ശബരിമല ദർശനത്തിന് പൂർണ്ണത കൈവരുന്നത്. എരുമേലി, കോട്ടപ്പടി, കല്ലിടാങ്കുന്ന്, ഇഞ്ചിപ്പാറക്കോട്ട, കരിമല, പമ്പാതീർത്ഥം, നീലിമല, ശരംകുത്തി, 18-ാം പടി എന്നിവയാണ് പ്രധാനപ്പെട്ട ഇടത്താവളങ്ങൾ. ശബരിമല യാത്രയിലെ നിർണായകമായ കാനനയാത്ര തുടങ്ങുന്നത് എരുമേലിയിൽ നിന്നുമാണ്. ഇവിടുത്തെ ശാസ്താക്ഷേത്രത്തിൽ നിന്നുമാണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. അതിനുശേഷം കുളി കഴിച്ചാണ് യാത്ര തുടരുക. വൈഷ്ണിക ജീവിതം വേട്ടയാടിയുള്ള ജീവിതം തന്നെയാണെന്നും അത്തരം അശുദ്ധി കളഞ്ഞ് മാത്രമേ അയ്യപ്പൻ്റെ പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കാവൂ എന്നതാണ് ഇതിൻ്റെ തത്വമെന്ന് പറയുന്നു. മഹിഷി മർദ്ദനം നടത്തിയ സ്ഥലമാണത്രേ എരുമേലി. മഹിഷി മാരകമെന്നും പറയാറുണ്ട്. അവിടുത്തെ കാവലാൾ വാപുരസ്വാമിയാണ്. എരുമേലി കഴിഞ്ഞ് വരുന്ന 1-ാമത്തെ കോട്ടയാണ് കോട്ടപ്പടി. ഈ കോട്ടപ്പടിയുടെ കാവൽക്കാരനും ഇതേ വാപുരസ്വാമി തന്നെയാണ്. അയ്യപ്പസ്വാമിക്ക് കാവലാളായി ശബരിമലയിലും വാപുര പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. പിന്നെ ആരൊക്കെയോ ദുരുദ്ദേശത്തോടു കൂടി ആ വാപുരനെ വാവരാക്കി മുസ്ലിമാക്കി മാറ്റി. അയ്യപ്പൻ്റെ സുഹൃത്താണെന്ന് പ്രചരിപ്പിച്ചു. ഇപ്പോൾ പുതിയൊരു അവതാരം കൂടി വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനിയായ വെളുത്തച്ഛൻ. അർത്തുങ്കൽ പള്ളിയിലാണ് ഈ വെളുത്തച്ഛൻ എന്ന കഥാപാത്രം കുടികൊള്ളുന്നത്. അയ്യപ്പസ്വാമി കളരി അഭ്യസിക്കാനായി ചേർത്തലയിലുള്ള ചീരപ്പൻചിറ കളരിയിൽ എത്തിയപ്പോൾ അവിടെ അയ്യപ്പസ്വാമിയോടൊപ്പം ഉണ്ടായിരുന്നൊരു സുഹൃത്ത് വെളുത്ത. പിന്നെ ചില കുബുദ്ധികളാൽ വെളുത്തച്ഛനായി. അതും അയ്യപ്പ ഭക്തന്മാരെ പറ്റിക്കാനുള്ള പുതിയ കുതന്ത്രം. ഇതിലൊക്കെ ചെന്ന് ചാടാതിരിക്കാൻ ഓരോ അയ്യപ്പ ഭക്തനും ശ്രദ്ധിക്കുക തന്നെ വേണം. എരുമേലി പള്ളിയും അർത്തുങ്കൽ പള്ളിയും ഒന്നും അയ്യപ്പ ഭക്തർ പോകേണ്ട സ്ഥലങ്ങളേ അല്ല. അവിടെ പോകുന്നത് വ്രതശുദ്ധിക്ക് പോലും കളങ്കമാകുമെന്ന് ഓരോ അയ്യപ്പനും മനസ്സിലാക്കണം. അതോടെ നിൽക്കട്ടെ, നമുക്ക് യാത്രയിലേക്ക് വരാം. വാപുരനെ വണങ്ങി ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വേണം കോട്ടപ്പടി കടക്കാൻ. അയ്യപ്പൻ അവതാരധർമ്മ നിർവഹണമായ മഹിഷി മർദ്ദനം നടത്തുന്നത് കാണാൻ അന്ന് വന്ന ഭഗവാൻ പരമേശ്വരൻ തൻ്റെ വാഹനമായ കാളയെ കെട്ടിയ സ്ഥലമാണത്രേ കാളകെട്ടി. ഇവിടെ നാളികേരം അടിക്കുക, കർപ്പൂരം കത്തിക്കുക, കാണിക്ക സമർപ്പിക്കുക എന്നീ ചടങ്ങുകൾ പതിവുണ്ട്. അഴുത പമ്പയുടെ പോഷക നദിയാണ്. എല്ലാം ഉപേക്ഷിച്ച് തന്നെ ശരണമടയുന്ന ഭക്തരുടെ പാപങ്ങളെ നശിപ്പിച്ച്
ഭഗവാൻ സംരക്ഷിക്കുമെന്നാണ് അഴുതാ നദിയിലെ സ്നാനം സൂചിപ്പിക്കുന്നത്. അവിടെ മുങ്ങി കല്ലെടുത്ത് അടുത്ത താവളമായ കല്ലിടാങ്കുന്നിൽ അർപ്പിക്കും. ഇവിടെയും ആഴിപൂജ പതിവുണ്ട്. മഹിഷിയുടെ ജഡം മറവ് ചെയ്ത കല്ലിടാങ്കുന്നിലാണെന്നാണ് വിശ്വാസം. മനുഷ്യൻ്റെ ഉള്ളിലെ മൃഗീയ വാസനകളെ നശിപ്പിക്കാനാണ് ഈ കല്ലിടാങ്കുന്ന് കയറ്റവും കല്ലിട്ട് വന്ദനവും ഒക്കെ സൂചിപ്പിക്കുന്നത്. ഇഞ്ചിപ്പാറക്കോട്ടയിൽ നാളികേരം അടിക്കലും കർപ്പൂരാരതിയും സർപ്പം പാട്ടുമെല്ലാം പതിവുണ്ട്. കരിമലത്തോട് കഴിഞ്ഞാൽ കരിമല കയറ്റമാണ്. യാത്രയിലെ ഏറ്റവും കഠിനമായ ഭാഗം ഇതാണ്. 8 തട്ടുകളായിട്ടാണ് കയറ്റം. 7ാമത്തെ തട്ടിൽ കരിമലനാഥൻ്റെ ശിലാപ്രതിഷ്ഠയുമുണ്ട്. ഇവിടെ മഞ്ഞൾപ്പൊടി തൂകിയാണ് കരിമല കയറ്റം. കരിമല ഇറങ്ങുമ്പോൾ വലിയാനവട്ടവും ചെറിയാനവട്ടവുമായി. പാപത്തെ നീക്കി പാലനം ചെയ്യുന്നു പമ്പ എന്നാണ് ഐതിഹ്യം. ഇവിടെ ത്രിവേണി എന്ന തീർത്ഥസ്നാനവുമുണ്ട്. പിതൃതർപ്പണം, പമ്പാസദ്യ, ആഴിപൂജ, പമ്പാവിളക്ക് തുടങ്ങിയ ചടങ്ങുകളൊക്കെ ഇവിടെയുണ്ട്. ഇവിടുത്തെ ഗണപതി ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്താറുണ്ട്. ഇപ്പോൾ ധാരാളം പേർ ഇവിടെ നിന്നും കെട്ടി നിറച്ച് മല കയറാറുണ്ട്. മതംഗ വനമാണ് നീലിമല. നീലിയുടെ തപസ്സുകൊണ്ട് പുണ്യമായ ഇടമാണ് അവിടം. അപ്പാച്ചിമേട് കയറി ചെല്ലുമ്പോൾ ശബരി പീഠം കാണാം. ശബരിമാതാവ് ശ്രീരാമചന്ദ്രന് ആതിഥ്യമരുളിയ സ്ഥലമാണ് അവിടം. ഇവിടെയും നാളികേര ഉടയ്ക്കലും കർപ്പൂരാരതിയും എല്ലാം പതിവുണ്ട്. അടുത്തതാണ് ശരംകുത്തി ആൽത്തറ. എരുമേലിയിൽ നിന്നും വാങ്ങിയ ശരക്കോൽ അവിടെ കുത്തി നാളികേരം അടച്ചാണ് ഭക്തർ സന്നിധാനത്തേക്ക് നീങ്ങുക. എരുമേലിയിൽ നിന്ന് വാങ്ങിയ ശരക്കോൽ എരുമേലിയിൽ നിന്ന് വാങ്ങിയ ശരക്കോൽ അവിടെ കുത്തി നാളികേരം അടിച്ചാണ് ഭക്തർ സന്നിധാനത്തേക്ക് നീങ്ങുക. എല്ലാ ആയുധങ്ങളും ഉപേക്ഷിച്ച് നിർമ്മലമായ മനസ്സോടെ വേണം ഭഗവാനെ ദർശിക്കാൻ. വ്രതശുദ്ധിഭരിതമായ ജീവിതം നൽകുന്ന സായുജ്യം കൊണ്ടും തപോനിഷ്ഠമായ യാത്രാപുണ്യം കൊണ്ടും ശബരിമല ദർശനം അനേകം മാനങ്ങളുള്ളതും സാധാരണക്കാർക്ക് പോലും പ്രാപ്യവുമായ ഒരു തീർത്ഥാടനമാണ്. ആധുനിക കാലത്തും ശബരിമല മുന്നോട്ട് വയ്ക്കുന്ന സങ്കല്പത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് മനുഷ്യനും ദേവനും സകലതും ഒന്നെന്ന അദ്വൈത ദർശനത്തിൻ്റെ പൊരുൾ തന്നെയാണെന്നുള്ളത് കൊണ്ടാണ് ശബരിമല സമാനതകളില്ലാത്ത അനുഭൂതിയാകുന്നത്. വരുംകാലങ്ങളിൽ ശബരിമലയുടെ പെരുമ കൂടുതൽ പ്രചരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കാനന തീർത്ഥ സങ്കേതത്തെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി പ്രഖ്യാപിക്കുവാനും പുണ്യനദിയായ പമ്പയെ ഗംഗാനദിയെപ്പോലെ പുണ്യനദിയായി പ്രഖ്യാപിക്കാനും കേന്ദ്ര സർക്കാരിന് മേൽ വിശ്വഹിന്ദു പരിഷത്ത് സമ്മർദ്ദം നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ വിവരങ്ങളെല്ലാം കാണിച്ച് പ്രധാനമന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുത്തു കഴിഞ്ഞു. ഇനിയെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മറ്റ് ക്ഷേത്രങ്ങളെയും ബോർഡിനെ തന്നെയും നിലനിർത്തുന്ന ശബരിമലയെ അതിൻ്റേതായ പരിഭാവനയോടെ സംരക്ഷിക്കുവാൻ സത്വര നടപടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കാം. ഇല്ലെങ്കിൽ ഭഗവാന്റെ കോപത്തിന് ബോർഡും അതിലെ മെമ്പർമാരും കേരളത്തിലെ ഭരണപക്ഷവും പാത്രമാകുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ. എല്ലാം അയ്യപ്പൻ, എല്ലാവർക്കും പൊരുൾ അയ്യപ്പൻ. അയ്യപ്പൻ മാത്രം ശരണം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമി മാത്രം ശരണം. ഹരിഹരസുതനാനന്ദത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ.